Our next chapter is Vouch Audit Procedure. ഈ ഓഡിറ്റ് പ്രൊസീജിയറിൽ വരുന്നതാണ് വൗച്ചിങ്. വൗച്ചിങ് ആൻഡ് വെരിഫിക്കേഷൻ ആർ ദ ടു ഇമ്പോർട്ടൻറ്റ് പ്രൊസീജിയേഴ്സ് ഫോളോഡ് ഇൻ ഓഡിറ്റിംഗ്. വൗച്ചിങ് എന്താണ്, വെരിഫിക്കേഷൻ എന്താണെന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോണത്. അത് രണ്ടുമാണ് ഓഡിറ്റ് പ്രൊസീജിയറിൽ വരുന്നത്. സോ വൗച്ചിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഓഡിറ്റ് ടെക്നിക്കൽ ടേം. മീനിങ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ means a careful examination of the original documentary evidence such as invoice, then correspondence of minutes, contract, etc. with a view to prove the accuracy and authenticity of the entries in the books of accounts. അതായത് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഒരു എൻട്രി എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പർച്ചേസസ് 1 lakh എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ 1 lakh തന്നെ പർച്ചേസസ് നടന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററി എവിഡൻസ്. അതായത് ഡോക്യുമെൻ്ററി എവിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഈ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവും, ബിൽസ് കിട്ടിയിട്ടുണ്ടാവും. ആ ബില്ല് വെച്ചിട്ട് എന്താക്കുക, ചെക്ക് ചെയ്യുക, വെരിഫൈ ചെയ്യുക. അതിനാണ് വൗച്ചിങ് എന്ന് പറയുക. അപ്പോൾ വൗച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താ, കെയർഫുൾ എക്സാമിനേഷൻ ഓഫ് ഡോക്യുമെൻ്ററി എവിഡൻസസ് സപ്പോർട്ടിംഗ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ്. ഓക്കെ. നേരെ മറിച്ച് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, വെരിഫൈ ചെയ്യുക. അതായത് കൺഫർമേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ദാറ്റ് അപ്പിയർ ഇൻ ദി ബാലൻസ് ഷീറ്റ്. അതായത് ബാലൻസ് ഷീറ്റിൽ നമ്മളിപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറി 20 lakh കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്ലാന്റ് ആൻഡ് മെഷീനറി അവിടെ ഉണ്ട്, അത് ഇറ്റ് ഈസ് ഇൻ എക്സിസ്റ്റൻസ് എന്നുള്ളത് വെരിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വെരിഫിക്കേഷൻ എന്ന് പറയുക. അപ്പോൾ രണ്ടും മനസ്സിലായ, വൗച്ചിങ് എന്താണ്, വെരിഫിക്കേഷൻ എന്താണെന്നുള്ളത്. അപ്പോൾ വൗച്ചിങ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ വൗച്ചിങ് ഇറ്റ് ഈസ് എന്തിനു വേണ്ടിയിട്ട് ഈ വൗച്ചിങ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഡൺ വിത്ത് എ വ്യൂ ടു ascertain ആസ് ഫാർ ആസ് പോസിബിൾ ദാറ്റ് നോ ട്രാൻസാക്ഷൻ ഹാസ് ബീൻ ഒമിറ്റഡ് ഫ്രം ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഓക്കെ. അപ്പോൾ വൗച്ചിങ്ങിൽ ശരിക്കും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വൗച്ചിങ് റെഫേഴ്സ് ടു സബ്സ്റ്റാൻഷിയേറ്റ് എൻ എൻട്രി ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വിത്ത് ഡോക്യുമെൻ്ററി എവിഡൻസ്. ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താ, ഇറ്റ് ഇസ് എ കെയർഫുൾ എക്സാമിനേഷൻ ഓഫ് ഒറിജിനൽ എവിഡൻസ് ഓഫ് എ ട്രാൻസാക്ഷൻ ഇൻ ഓർഡർ ടു വെരിഫൈ ദ ട്രൂത്ത് ഓഫ് ദ ട്രാൻസാക്ഷൻ. ഓക്കെ. സോ നെക്സ്റ്റ് വി ക്യാൻ സീ വാട്ട് ഈസ് ദ ഡെഫിനേഷൻ ഓഫ് വൗച്ചിങ്. അപ്പോൾ വൗച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ തന്നിരിക്കുന്നത് അക്കോർഡിംഗ് ടു ഡോക്ടർ LR Dixie, vouching is the act of comparing entries in the books of accounts with complementary evidence in support thereof. അതായത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എഴുതിയിരിക്കുന്ന എൻട്രീസ് ഏതുമായിട്ട് കമ്പയർ ചെയ്യുന്നു, കോംപ്ലിമെൻ്ററി എവിഡൻസ് അതായത് സപ്പോർട്ടിംഗ് വൗച്ചേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുക. Okay, and one more definition is given according to Taylor and Perry. Vouching define ചെയ്തിരിക്കുന്നത് the examination of evidence offered in substantiation of entries in the books, including in such examination the proof so far as possible that no entries have been omitted from the books of accounts. So from these definitions we can conclude that vouching is the act of examining the sources and authenticity of transactions recorded in the primary books. അതായത് ട്രേസിംഗ് ഔട്ട് ദ ഡോക്യുമെൻ്ററി എവിഡൻസ് കോൾഡ് വൗച്ചേഴ്സ് ആൻഡ് വെരിഫൈയിങ് വെദർ ദ എൻട്രി മെയ്ഡ് ഇൻ ദ ബുക്സ് കൺഫേംസ് ടു ദ ഡീറ്റെയിൽസ് കണ്ടെയ്ൻഡ് ഇൻ ദി വൗച്ചേഴ്സ്. ഓക്കെ. അപ്പോൾ ഓഡിറ്റിങ്ങിൽ ഇൻ വൗച്ചിങ് ദ ഓഡിറ്റർ മസ്റ്റ് നോട്ട് ഓൺലി എക്സാമിൻ ദ എവിഡൻസ് ബട്ട് ഓൾസോ എൻഷുർ ദാറ്റ് ദ എൻട്രീസ് ആർ മെയ്ഡ് കറക്റ്റ്ലി അക്കോർഡിംഗ് ടു accounting principles. So next we can see what are the objectives of vouching. The main objective of vouching എന്ന് പറഞ്ഞാൽ എന്താ, to find out the regularity or irregularity of transactions. അതേപോലെ ഫ്രോഡ്സ് ആൻഡ് എറേഴ്സ് ഇതൊക്കെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതായത് ഏതെങ്കിലും ഒമിറ്റ് ചെയ്ത് പോയിട്ടുണ്ടോ, ചിലപ്പോൾ എമൗണ്ട് തെറ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ടോ, ഇങ്ങനെയുള്ളതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന എൻട്രി വൗച്ചറുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. അതാണല്ലോ വൗച്ചിങ് എന്ന് പറഞ്ഞാൽ. സോ റെഗുലാരിറ്റി മീൻസ് മെയിൻറ്റെയിനിങ് റെക്കോർഡ് ആൻഡ് പെർഫോമിംഗ് ദ വർക്ക് കംപ്ലയൻസ് വിത്ത് ദ റൂൾസ്, റെഗുലേഷൻ ആൻഡ് ലോ.
But irregularity means doing the work crossing to the lines of rules, regulations and laws. So important objectives of vouching are: first one, to verify that all transactions entered in the books are supported by വാലിഡ് ഡോക്യുമെൻ്ററി എവിഡൻസ്. അതായത് നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന എല്ലാ എൻട്രിക്കും ഡോക്യുമെൻ്ററി എവിഡൻസ് ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. Then second is to see that vouchers are genuine, related to the period in question and carry the signature of person authorized at appropriate levels. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ വൗച്ചേഴ്സ് ഒക്കെ ജെന്യൂൻ വൗച്ചേഴ്സാണ്. അതായത് വെറുതെ കള്ളത്തരം ഉണ്ടാക്കി വെച്ചതല്ല, ശരിക്കുള്ളതാണെന്നുള്ളത് ഉറപ്പ് വരുത്തണം. അത് ഇപ്പോൾ വൗച്ചിങ് ഓഡിറ്റിംഗ് നടക്കുന്നത് ഈ ഒരു അക്കൗണ്ടിങ് ഇയറിലാണെങ്കിൽ ആ അക്കൗണ്ടിങ് ഇയറിലെ വൗച്ചേഴ്സിൻ്റെ ഡേറ്റ് ശ്രദ്ധിക്കാം. ആൻഡ് അതിൽ ആരാണോ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾ അയാളുടെ സിഗ്നേച്ചർ ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. Then to verify whether all transactions are authorized by responsible persons. Then another objective is to see that there are no errors or omissions while recording of transactions. ഒന്നും വിട്ടു പോയിട്ടില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതേപോലെ to check whether there is any fraud or manipulation in the conduct of transactions, that is to detect errors and frauds. Then to see that entries are made for each transaction according to accepted accounting principles. Then to see that proper distinction is made between capital and revenue while recording transaction. പിന്നെ അതേപോലെ ടു നോ ദ ട്രൂത്ത് ഓഫ് അക്കൗണ്ട്, അതേമാതിരി ടു ഫൈൻഡ് ദ അൺറെക്കോർഡഡ് ട്രാൻസാക്ഷൻ ഇഫ് എനി. ഓക്കെ. ദെൻ ടു സീ ദാറ്റ് അരിത്മെറ്റിക് accuracy is maintained at all stages of accounting. അതായത് while recording the transaction, posting, balancing, casting etc. എല്ലായിടത്തിലും അതായത് ജേണൽ എൻട്രി റെക്കോർഡ് ചെയ്ത സമയത്ത് കറക്റ്റ് എമൗണ്ട് എഴുതി എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അത് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്തപ്പം ആ സെയിം എമൗണ്ട് ആണെന്നുള്ളത് ഉറപ്പ് വരുത്തുക. ബാലൻസിങ് എവറിത്തിങ് ഷുഡ് ബി എന്താ പറയുക, ടു സീ ദാറ്റ് അരിത്മെറ്റിക്കൽ ആക്യുറസി ഈസ് മെയിൻറ്റെയിൻഡ്. ഓക്കെ. സോ ദീസ് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് വൗച്ചിങ്. ഇതൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഓരോ എൻട്രി വൗച്ചേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. ഓക്കെ. സോ നെക്സ്റ്റ് ഇസ് ഇമ്പോർട്ടൻസ് ഓഫ് വൗച്ചിങ്. അപ്പോൾ വൗച്ചിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഇസ് ദ എസെൻസ് ഓഫ് ഓഡിറ്റിംഗ്. അതായത് ഓഡിറ്റിംഗ് വൗച്ചിങ്ങിന് നമുക്ക് പറയാം ഇറ്റ് ഇസ് ദ ബാക്ക് ബോൺ ഓഫ് ഓഡിറ്റിംഗ് എന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഓഡിറ്റിംഗ് വൗച്ചിങ് ഇല്ലാതെ ഓഡിറ്റിങ്ങിനെ കൊണ്ട് യാതൊരു കാര്യമില്ല. കാരണം വെറുതെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ, ഡോക്യുമെൻ്ററി എവിഡൻസ് ആയിട്ട് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ദ സക്സസ് ഓഫ് എനി ഓഡിറ്റിംഗ് അസൈൻമെൻറ്റ് ഡിപ്പെൻഡ്സ് ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് ഓൺ ദ ക്വാളിറ്റി ഓഫ് വൗച്ചിങ്. അപ്പോൾ ഓഡിറ്റർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെക്ക് ദ അതോറിറ്റി ഓഫ് ഈച്ച് ട്രാൻസാക്ഷൻ ആൻഡ് എൻഷുവേഴ്സ് ദാറ്റ് ഇറ്റ് ഈസ് കറക്റ്റ്ലി എൻറ്റേർഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്. മനസ്സിലായല്ലോ. സോ ദ ഓഡിറ്റർ ഷുഡ് അപ്രോച്ച് വൗച്ചിങ് വിത്ത് എൻ ഇൻക്വിസിറ്റീവ് മൈൻഡ്. ഓൺലി ദെൻ ഹി ക്യാൻ ഫൈൻഡ് ഔട്ട് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇമ്പോർട്ടൻസ് നോക്കുന്ന സമയത്ത് നമുക്ക് പറയാം വൗച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഇസ് ദ ബാക്ക് ബോൺ ഓഫ് ഓഡിറ്റിംഗ് ആൻഡ് ഇറ്റ് ഇസ് ദ എസെൻസ് ഓഫ് ഓഡിറ്റിംഗ് ബിക്കോസ് ഇറ്റ് ഈസ് ടെസ്റ്റിംഗ് ദ ട്രൂത്ത് ഓഫ് ഐറ്റംസ് ഇൻ ദ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. ദെൻ the auditor another, it is important to see whether evidences are correct or not. ഓക്കെ. അപ്പോൾ വൗച്ചിങ് എന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. നമുക്ക് നോക്കാം എന്താണ് വൗച്ചർ. ഇത്രയും നേരം പറഞ്ഞല്ലോ വൗച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഏതുമായിട്ട് കമ്പയർ ചെയ്യുക ചെയ്യുന്നത്, വൗച്ചേഴ്സായിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ വൗച്ചർ എന്താണെന്ന് നോക്കാം. Voucher is a documentary evidence supporting a transaction. Voucher എന്ന് പറഞ്ഞാൽ എന്താ, any documentary evidences in support of an entry made in the books of accounts. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറി പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നമുക്കൊരു ബില്ല് ഉണ്ടാവുമല്ലോ, ഇൻവോയ്സ് ഉണ്ടാവുമല്ലോ, അതാണ് വൗച്ചർ എന്ന് പറയുന്നത്. ഏത് കാര്യത്തിനായാലും അങ്ങനെ ഉണ്ടാവും. സോ അക്കോർഡിംഗ് ടു JB ബാറ്റ്ലി ബോയ്, a voucher may be defined as documentary evidence in support of an entry appearing in the books of accounts. അപ്പോൾ വൗച്ചേഴ്സിന് എക്സാമ്പിൾസ് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതൊക്കെ എഴുതി വെക്കുക. ക്യാഷ് മെമ്മോ, ബാങ്ക് പെയിൻ സ്ലിപ്പ്, മിനിറ്റ്സ് ഓഫ് എ മീറ്റിംഗ്, ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട് എക്സെട്ര.
ഓക്കെ. ദെൻ നെക്സ്റ്റ് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് വൗച്ചേഴ്സ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, ഇറ്റ് ഈസ് എ ഡോക്യുമെൻ്ററി എവിഡൻസ് കണ്ടെയ്നിങ് ഓർ സപ്പോർട്ടിങ് എ ട്രാൻസാക്ഷൻ. It is a written document. Then it contains details supporting the transaction like date, name of the parties, amount, then signature of the person who authorizes the transaction, etc. Then vouchers, it varies from transaction to transaction, from a simple receipt to contents of a contract. Then vouchers substantiate the entry made in the account book, enabling the accuracy of such transaction. And it helps the auditor to establish a transaction and proceed his audit work. Okay, അപ്പോൾ വൗച്ചർ എന്താണെന്ന് മനസ്സിലായല്ലോ. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വൗച്ചേഴ്സ്. അതായത് വൗച്ചേഴ്സ് ആർ യൂഷ്വലി ക്ലാസിഫൈഡ് ഇൻ ടു പ്രൈമറി വൗച്ചേഴ്സ് ആൻഡ് സെക്കൻഡറി ഓർ കൊളാറ്ററൽ വൗച്ചേഴ്സ് എന്ന് പറയാം. പ്രൈമറി വൗച്ചർ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ റിട്ടേൺ ഡോക്യുമെൻറ്റ്സ് എവിഡൻസിങ് ട്രാൻസാക്ഷൻ. അതായത് ഒരു അസറ്റ് വാങ്ങുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗുഡ്സ് പർച്ചേസ് ചെയ്യണോ കിട്ടുന്ന നമുക്ക് ഒറിജിനൽ ക്യാഷ് ബില്ലില്ലേ, അതിനെയാണ് ഇൻവോയ്സസിനൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയാം, പ്രൈമറി വൗച്ചേഴ്സ് എന്ന് പറയും. ദേ ആർ ദി ഒറിജിനൽ റിട്ടേൺ ഡോക്യുമെൻറ്റ്സ് എവിഡൻസിങ് ട്രാൻസാക്ഷൻ. നേരെ മറിച്ച് കൊളാറ്ററൽ വൗച്ചേഴ്സ് അല്ലെങ്കിൽ സെക്കൻഡറി വൗച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ നോട്ട് ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ബട്ട് ഓൺലി ഫോട്ടോ കോപ്പീസ് ഓർ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പീസ് ഓഫ് ഒറിജിനൽ വൗച്ചേഴ്സ്. അതിനെയാണ് സെക്കൻഡറി അല്ലെങ്കിൽ സബ്സിഡിയറി ഓർ കൊളാറ്ററൽ വൗച്ചേഴ്സ് എന്ന് പറയാം. ഇതെപ്പോഴാണ് ഈ കൊളാറ്ററൽ വൗച്ചേഴ്സ് ഉണ്ടാവുക എന്ന് വെച്ചാൽ ഒന്നുകിൽ ഒറിജിനൽ വൗച്ചേഴ്സ് എന്തായി പോയിട്ടുണ്ടാവും, ഡിസ്ട്രോയ് ആവോ, അല്ലെങ്കിൽ വെൻ ഒറിജിനൽസ് ആർ ഗിവൺ ടു അതർ പാർട്ടീസ്, ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് കൊളാറ്ററൽ വൗച്ചേഴ്സാണ് കീപ്പ് ചെയ്യുക. അപ്പോൾ എക്സാമ്പിൾസ് ഓഫ് കൊളാറ്ററൽ വൗച്ചേഴ്സ് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാം കാർബൺ കോപ്പീസ് ഓഫ് സെയിൽസ്, അതേപോലെ സെയിൽസ് ഇൻവോയ്സ് കേട്ടോ, ദെൻ കോപ്പീസ് ഓഫ് റെസൊല്യൂഷൻസ് പാസ്റ്റ് എക്സെട്ര. എല്ലാത്തിൻ്റെയും ഫോട്ടോസ്റ്റാറ്റ് കോപ്പീസ് ഒറിജിനൽസ് ആയിരിക്കില്ല. സോ സെക്കൻഡറി വൗച്ചേഴ്സും ഇറ്റ് ഈസ് ആസ് ഗുഡ് ആസ് പ്രൈമറി വൗച്ചേഴ്സ് പ്രൊവൈഡഡ് ദെയർ ഓത്തൻറ്റിസിറ്റി ക്യാൻ ബി എൻഷുർഡ് വിത്ത് റീസണബിൾ എക്സാമിനേഷൻ. ഇനി ഒരു വൗച്ചറിന് എന്തൊക്കെ ഗുണങ്ങളാണ് വേണ്ടത്, വാട്ട് ആർ ദ റിക്വയർമെൻറ്റ്സ് ഓഫ് എ വൗച്ചർ എന്നുള്ളതാണ്. അപ്പോൾ വൗച്ചർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇറ്റ് ഈസ് എ ഡോക്യുമെൻ്ററി എവിഡൻസ് ഇൻ സപ്പോർട്ട് ഓഫ് എ ട്രാൻസാക്ഷൻ ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ദ ആക്ട് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ദ ആക്യുറസി ആൻഡ് ഓതൻറ്റിസിറ്റി ഓഫ് എൻട്രീസ് ഇൻ ദ ബുക്സ് ആർ നോൺ ആസ് വൗച്ചിങ്. സോ പ്രീ റിക്വസിറ്റ്സ് ഫോർ വൗച്ചറാണ് നമ്മൾ നോക്കുന്നത്. വൗച്ചറിൻ്റെ പ്രീ റിക്വസിറ്റ്സ് ആണ്. അപ്പോൾ ഇവിടെ ആദ്യം ശ്രദ്ധിക്കേണ്ടത് വൗച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അഡ്രസ് ടു ദ ക്ലയൻറ്റ് ഓർ ഇഷ്യൂഡ് ഇൻ ദ നെയിം ഓഫ് ദി ക്ലയൻറ്റ്. അപ്പോൾ നമ്മൾ ഏത് കമ്പനീൻ്റെ ഓഡിറ്റാണോ ചെയ്യുന്നത് ആ കമ്പനിക്ക് വേണ്ടി ഇഷ്യൂ ചെയ്തതായിരിക്കണം. അപ്പോൾ ഇറ്റ് ഈസ് അഡ്രസ് ടു ദ ക്ലയൻറ്റ്. ആൻഡ് ഇറ്റ് ബെയർസ് എ വാലിഡ് ഡേറ്റ് റെലവൻറ്റ് ടു ദ പീരിയഡ് ഓഫ് ഓഡിറ്റ്. ഡേറ്റ് നിർബന്ധമാണ്. ആ ഡേറ്റ് എങ്ങനെയാവണം എന്ന് വെച്ചാൽ ആ ഒരു അക്കൗണ്ടിങ് പീരിയഡ് നമ്മൾ ഏത് വർഷത്തെ ഓഡിറ്റാണോ ചെയ്യുന്നത് ആ കറസ്പോണ്ടിങ് ഇയറിലുള്ള ഡേറ്റ് തന്നെ ആയിരിക്കണം. പഴയ വൗച്ചേഴ്സൊന്നും വെച്ചിട്ട് കാര്യമില്ല. ആൻഡ് കണ്ടെയ്ൻസ് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ട്രാൻസാക്ഷൻ. എന്തിനുള്ളതാണെന്നുള്ള ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ. Then the amount written in figures and words, then it is authorized by responsible person and it should contain the signature of the payee. Then വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇറ്റ് ഷുഡ് ബി പ്രിൻറ്റഡ് ആൻഡ് സ്റ്റാൻഡർഡൈസ്ഡ് ഫോം. അതായത് ഓൾട്ടറേഷനും കറക്ഷൻസും ഒക്കെ വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് പ്രിൻ്റ് ചെയ്യുന്ന വൗച്ചേഴ്സാണ് ഏറ്റവും നല്ലത്. ഇറ്റ് ഇസ് സ്റ്റാമ്പ്ഡ് വെയർ ക്യാഷ് പേയ്മെൻറ്റ് എക്സീഡ്സ് 5,000. 5,000 രൂപയിൽ അധികമുള്ള പേയ്മെൻറ്റ്സ് ആണെങ്കിൽ അതിനെന്ത് വേണം, അതിൽ റവന്യൂ സ്റ്റാമ്പ് വേണം. ഓക്കെ. ആൻഡ് ഓൾട്ടറേഷൻ ഇൻ ദ വൗച്ചേഴ്സ് ഷുഡ് ബി അറ്റസ്റ്റഡ് ബൈ എ റെസ്പോൺസിബിൾ ഒഫീഷ്യൽ. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വൗച്ചേഴ്സ് ഷുഡ് ബി ക്യാൻസൽഡ് ആഫ്റ്റർ ചെക്കിംഗ് by affixing all rubber stamp. Then all vouchers are numbered consecutively. So these are the എന്താ പറയുക റിക്വയർമെൻറ്റ്സ് ഓഫ് എ വൗച്ചർ. വൗച്ചറിന് ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഓക്കെ. സോ നെക്സ്റ്റ് വി ക്യാൻ സി വൗച്ചേഴ്സ് ഫോർ ഡിഫറെൻറ്റ് ട്രാൻസാക്ഷൻ. അതായത് ഡിഫറെൻറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ ക്യാഷ് സെയിൽസിന് എന്ത് വൗച്ചറാണ്, ക്യാഷ് പർച്ചേസസിന് വൗച്ചർ, അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഓഡിറ്റർ ഷുഡ് ഹാവ് എ തറോ നോളജ് ഓഫ് വൗച്ചേഴ്സ് സപ്പോർട്ടിങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാൻസാക്ഷൻസ്. അതായത് ക്യാഷ് റെസീപ്റ്റ്സ് ആണെങ്കിൽ അതിന് ഏത് തരത്തിലുള്ള വൗച്ചേഴ്സാണ് ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലായില്ല. അപ്പോൾ ക്യാഷ് റെസീപ്റ്റ്സ് ആണെങ്കിൽ ഒന്നുകിൽ കൗണ്ടർ ഫോയിൽസ് ഓർ കാർബൺ കോപ്പീസ് ഓഫ് റെസീപ്റ്റ്സ് ഉണ്ടാവും, സെയിൽസ് ഇൻവോയ്സ്, ദെൻ കറസ്പോണ്ടൻസ് വിത്ത് ഡെറ്റേഴ്സ്, പാസ്ബുക്ക് എൻട്രീസ്, കോൺട്രാക്ട് നോട്ട്സ് എക്സെട്ര. അതായത് കിട്ടി എന്നുള്ളത് കാണിക്കാനുള്ള ഈ പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും ഒരു സാധനമാണ് വൗച്ചറായിട്ട് യൂസ് ചെയ്യുക. ദെൻ പേയ്മെൻറ്റ്സ് ആണെങ്കിൽ
പർച്ചേസ് ഇൻവോയ്സ്. അപ്പോൾ എന്തെങ്കിലും ഗുഡ്സ് വാങ്ങുന്ന സമയത്ത് കൊടുത്ത പേയ്മെൻറ്റിനാണെങ്കിൽ അവിടെ എന്തുണ്ടാവും, പർച്ചേസ് ഇൻവോയ്സ് ഉണ്ടാവും. ഒറിജിനൽ റെസീപ്റ്റ്സ് ഓർ വൗച്ചേഴ്സ് ഇഷ്യൂഡ് ബൈ പേയീസ്, അല്ലെങ്കിൽ എൻട്രീസ് ഇൻ ഗുഡ്സ് ഇൻ വേർഡ് രജിസ്റ്റർ, കറസ്പോണ്ടൻസസ് വിത്ത് ക്രെഡിറ്റേഴ്സ്, പാസ്ബുക്ക് എൻട്രീസ്, കോൺട്രാക്ട്സ് എക്സെട്ര. ഇത് ഏതെങ്കിലുമാണ് ക്യാഷ് പേയ്മെൻറ്റ്സ് എക്സാമിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വൗച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി സെയിൽസ് ആണെങ്കിലോ, സെയിൽസ് ഇതാക്കാൻ വേണ്ടിയിട്ട് കോപ്പീസ് ഓഫ് ക്യാഷ് ബിൽസ് ഇഷ്യൂഡ്, ഓർഡേഴ്സ് റിസീവ്ഡ്, എൻട്രീസ് ഇൻ ഗുഡ്സ് ഔട്ട്വേർഡ് രജിസ്റ്റർ എക്സെട്ര. പർച്ചേസസ് നോക്കാൻ വേണ്ടി പർച്ചേസ് ഇൻവോയ്സസ് ഉണ്ടാവും, എൻട്രീസ് ഇൻ ഗുഡ്സ് ഇൻവേർഡ് രജിസ്റ്റർ, ഡെബിറ്റ് നോട്ട് എക്സെട്ര. ചില സ്പെഷ്യലൈസ്ഡ് ട്രാൻസാക്ഷൻസ് ഉണ്ട്. എൻട്രീസ് ആസ് പെർ പ്രീവിയസ് ബാലൻസ് ഷീറ്റ്, പാസ്ബുക്ക് എൻട്രീസ്, ഡിവിഡൻഡ് വാറണ്ട്, ഷെയർ സർട്ടിഫിക്കറ്റ്, debenture certificate. So all these are used as vouchers. Okay, so these are the different vouchers for different transactions.